ഹലോ ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് ഹീറോ മാസ്ട്രോ വണ്ടിയുടെ ബാറ്ററി ചേഞ്ചാണ്. അപ്പോൾ ഈ വണ്ടിയിൽ സെൽഫ് എടുക്കുന്നില്ല, അതാണ് മെയിൻ കാരണം. അത് ഒന്ന് നോക്കാം. ഞാൻ ഓൺ ചെയ്യുന്നത് ഫോണൊക്കെ കേൾക്കും, ഇൻഡിക്കേറ്ററും അതൊക്കെ വർക്ക് ചെയ്യും, പക്ഷേ സെൽഫ് എടുക്കത്തില്ല. കാരണം ആ ഒരു ചിക്കുന്ന ഒരു സൗണ്ട് മാത്രം ഇങ്ങനെ കേൾക്കും, ഇഴഞ്ഞ് ചിലപ്പോൾ ഇഴഞ്ഞ് എടുക്കും. അപ്പോൾ അത് സാധാരണഗതിയിൽ ബാറ്ററിയാണ് അതിന് കംപ്ലൈൻറ്റ് വരുന്നത്. നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാം. നമുക്ക് ഈ പ്ലസ് വയറ് ഒന്ന് ഇളക്കാം. ഇതാണ്ടോ, അത് ഇളക്കി അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഗേജുള്ള ഒരു വയറെടുത്ത് നമുക്കിതൊന്ന് ഷോർട്ട് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കളയരുത്. ഇതാണ്ടോ, ഒന്ന് ഇങ്ങനെ തട്ടി അങ്ങ് എടുക്കണം. അപ്പോൾ ആംബിയർ കുറവാണെങ്കിൽ സ്പാർക്കിങ് കുറവായിരിക്കും. അതാ കണ്ടില്ലേ? അപ്പോൾ ഇതിൽ ചാർജ് കുറവാണ്, ആംബിയർ കുറവാണ്. അപ്പോൾ വോൾട്ടേജ് ഉണ്ട്. ഫോണ് കേൾക്കാൻ, ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാൻ വോൾട്ടേജ് മതി. പക്ഷേ സെൽഫ് എടുക്കണമെങ്കിൽ കറണ്ട് വേണം. അതായത് അതിൻ്റെ ആംബിയർ നമുക്ക് കൂടുതലായിട്ട് വേണം. അപ്പം ഇതിൽ ആംബിയർ ഇല്ല, അപ്പോൾ ബാറ്ററി ഡെഡാണ്. ഇതിപ്പോൾ 4 വർഷത്തോളം ആയ ബാറ്ററിയാണ്, 2018 ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി അപ്പോൾ ഒന്ന് മാറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നത്. മൾട്ടിമീറ്റർ ഒന്നും ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഒരു എളുപ്പവിദ്യയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2 ലീഡും ഒന്ന് ഇളക്കി. ഇത് 4 ആംബിയറാണ്, 4 12 വോൾട്ട്. അതുകൊണ്ടോ 4 ഇല്ല. അപ്പോൾ നമുക്ക് പുതിയത് ഇതാണ് ഞാൻ വയ്ക്കുന്നത്. 1325 രൂപയാണിത്. ഇത് അമറോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് ഇങ്ങനെ ആയി പോകരുത്, ഇങ്ങനെ തന്നെ ഈ പ്ലസ് മൈനസ് തിരിയാൻ പാടില്ല. ഓക്കെ, പ്ലസ് ഇത് ഇവിടെ, മൈനസ്. ഇതിൽ ഈ നട്ട് വരും. ഈ നട്ടിനെ ഇതിങ്ങനെ അകത്ത് ഇടും. ഇട്ടിട്ട് ഇതാണ്ടില്ലേ, ഈ ക്ലിപ്പ്, ഈ ബൂട്ട് പതുക്കാൻ കൊണ്ട് ബാക്കിലോട്ടാക്കി നല്ല ഫുൾ ടൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ അടുത്തതിൻ്റെ ആ നട്ടൊന്ന് ഇളക്കിയിട്ട് ഇതാ കഴിയും. ഈ ബൂട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ച് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ബാറ്ററിയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി കംപ്ലൈൻറ്റ് എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് എടുത്ത് മാറ്റിക്കളയരുത്. ബാറ്ററി ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ചാർജ് കയറും. പക്ഷേ 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചാർജ് ചെയ്യാൻ നിൽക്കാതെ മാറ്റിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാതൊരു കാരണവശാൽ ഈ പ്ലസ് മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. ഫുൾ ടൈറ്റ് ചെയ്യണം. ഇനി ക്ലാമ്പ് വെച്ച് ഫ്രണ്ടിട്ട് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.